പുഷപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നീ പുഷപ്പ്, നമ്മുടെ ഫുൾ പുഷപ്പിൻ്റെ ഹാഫ്. സോ ഇതൊരു ബേസിക് ലെവലിലുള്ള പുഷപ്പാണ് ആൻഡ് അതിൻ്റെ അലൈൻമെൻ്റ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ടേബിൾ പോസിൽ, അതായത് മുട്ടുകുത്തിയിരിക്കുക. ഇവിടെ നിന്ന് കൈ കുറച്ചുകൂടി ഫോർവേഡ് കൊണ്ടുപോവുക. അഗെയിൻ ഷോൾഡറിൻ്റെ നേരെ താഴെ ആയിരിക്കണം കൈ വരേണ്ടത്. ഹിപ്പ് ഒരു കാരണവശാലും ഇങ്ങനെ ഇടാൻ പാടില്ല, അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. ഒരു ലൈൻ വരച്ച പോലെ വരാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കാൽമുട്ട ഒന്ന് പൊക്കിയിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോവാം. അവിടെ നിന്ന് തിരിച്ച് പുഷ് ചെയ്ത് എഴുന്നേക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും താഴേക്ക് നോക്കി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കഴുത്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ടൊരു ടെൻഡൻസി വരും. സോ എപ്പോഴും താഴേക്ക് പോകുമ്പോൾ കൈമുട്ട് മടക്കി ലുക്ക് ഫോർവേഡ് ചെയ്ത് താഴേക്ക് പോവാം. മാക്സിമം താഴേക്ക് പോവുക, കംപ്ലീറ്റ് താഴെ പോകരുത്. ഇവിടെ വരെ ഹോൾഡ് ചെയ്യുക, തിരിച്ചു പോവാം. എഗെയിൻ താഴെ വരെ പോയി ഹോൾഡ് ചെയ്യുക, തിരിച്ചു പോവാം. കൈമുട്ട് മടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ഫസ്റ്റ് കാര്യം. സോ അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. താഴേക്ക് പോവുക ആൻഡ് അപ്പ്, ഗോ ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ്. ഓക്കെ, ഇനി ഇത് പാടാണ്, ഒരു ഇച്ചിരി കൂടി പാടാണെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് താഴേക്ക് പോവുക, കംപ്ലീറ്റ് ആയിട്ട് അവിടെ കിടക്കുക, അവിടെ നിന്ന് പുഷ് ചെയ്ത് എഴുന്നേക്കാം. ഒന്നുകൂടി താഴെ പോവുക, കംപ്ലീറ്റ് ആയിട്ട് കിടക്കുക, പുഷ് ചെയ്ത് പോവുക. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. 10 കൗണ്ട് നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്കും ഫുൾ പുഷപ്പിലേക്ക് കടക്കാവുന്നതാണ്. വൺസ് ഇത് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെങ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ പുഷപ്പിലേക്ക് പോകാവുന്നതാണ്. അതായത് 10ന്റെ 3 സെറ്റ് വെച്ചിട്ട് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഔട്ട് ദ ഫുൾ പുഷപ്പ്. സോ ഇപ്പോൾ പറഞ്ഞ അലൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക.